ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ ഒരു സ്ഥലത്ത് ഇന്നലെ ലോഡ് കയറ്റി പൂക്കളുമായിട്ട് വന്നതാണ് നമ്മൾ. അപ്പം അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇന്നലെ വണ്ടി ഓടിക്കാൻ പാടില്ല, ഇന്നലെയും ഓടിക്കാൻ പാടില്ല, ഇന്നും ഓടിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ കമ്പനീൻ്റെ അടുത്ത് കമ്പനി എന്ന് പറഞ്ഞു നാളെ കാലത്ത് നെതർലാൻഡ്സിൽ നിന്ന് ലോഡ് കയറ്റാനുള്ളതാണ്. അപ്പം നമ്മുടെ അടുത്ത് അവിടെ പോയി കിടന്നോളാൻ. നമുക്കപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റിവേഴ്സ് വയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് വയ്ക്കുക. എന്നിട്ട് എൻ്റെ ഇങ്ങനെ വളച്ചു പോകും. അപ്പം അതിൻ്റെ പേരിൽ എന്നോട് പറഞ്ഞു വണ്ടി എടുത്തിട്ട് 24 മണിക്കൂർ റെസ്റ്റ് കഴിയുമ്പോൾ നേരെ നെതർലാൻഡ്സിൽ കിട്ടോ. ഇവിടെ നിന്ന് 188 കിലോമീറ്ററാണ് പറയണത്. En 300 metros, gira a la derecha en Kölnerstraße, después entra en la rotonda. ഇതൊക്കെ ഇവരുടെ ഏരിയയാണ്, രണ്ട് സൈഡും. പക്ഷെ നടുക്കിയോട്ടുള്ള വഴി മാത്രം ഗവൺമെൻറ്റിൻ്റെ. പറയാൻ കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിറച്ച ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവിടെ ഒരു പാടുണ്ട്, അവിടേക്ക് നടക്കാനൊക്കെ ഏരുകൊണ്ട്. ഇതൊക്കെ ഇവരുടെ പ്ലാൻസാണ് ഇത് മൊത്തം. Gira a la derecha en Kölnerstraße, después entra en la rotonda. ഇവിടെ നിന്ന് നമുക്കിനി വലത്തോടെ വേണം കയറി പോകാൻ. ഒരു വണ്ടി വന്നിട്ട് കുഴപ്പമില്ലെങ്കിൽ. Sal de la rotonda por la segunda salida por Kölnerstraße. ഇന്ന് വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പാടില്ല, ട്രക്കുകൾ ഓടിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഫ്രീഗോ ടൈപ്പുകൾ എന്തെങ്കിലും ആയിരിക്കണം. നമ്മുടെ കയ്യിൽ ഇതൊന്നുമില്ലാത്ത രീതിക്ക് ഓടിക്കാൻ പാടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കാൻ പാടില്ല. പക്ഷേ കമ്പനി പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകണം. സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള പ്രോബ്ലംസ് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ എല്ലാത്തിനും കാരണം പറയും നിങ്ങൾക്ക് ഓടിക്കാൻ പാടില്ല എന്നറിയാമായിരുന്നില്ലേ എന്നൊക്കെയാണ് കാര്യങ്ങൾ വരാം. ഇവിടെ എന്തായാലും സെമാഫർ വർക്കിംഗ് അല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് സാവധാനം ഇതിലേക്ക് ഇറങ്ങി പോവാം. ഇതിലെ വണ്ടികളെല്ലാം സൈഡിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കറിയില്ല എങ്ങനെയാണ് സംഭവം. അതിലെയും വേണമെങ്കിൽ നമുക്ക് പോകാമായിരുന്നതിന്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇതിലെ വഴി കാണിച്ചത്. ഇവിടെയൊക്കെ വെച്ച് പോലീസ് കൈ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം നമ്മൾ ഏതെങ്കിലും പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടിടാന്നുള്ളത്. ഇതൊരു പണിയാണല്ലോ.
Sal de la rotonda, después gira a la derecha. En el semáforo, gira a la derecha. ഇതപ്പോൾ ഇവിടുത്തെ ഒരു ഗ്രാമമാണ്. ഇവിടേക്കാണ് നമ്മൾ സംഭവം കയറ്റാൻ വേണ്ടി വന്നത്. ഇനി ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അധികം വണ്ടികളുടെ മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത സ്ഥലമാണ്. ഇതൊക്കെ ചെറിയ ചെറിയ കടകളും വീടുകളുമായിട്ടാണ് താമസങ്ങളൊക്കെ. നമ്മളപ്പോൾ പയ്യനെ നൈസായിട്ട് അവിടുന്ന് ചാടി പോന്നു. Sal de la rotonda por la primera salida. Sal de la rotonda por la primera salida por la L183. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഹൈവേയിലേക്ക് കയറണം. സാധാരണഗതിയിൽ കേട്ടേക്കണത് നാഷണൽ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ പോലീസ് സാധാരണ ഗതിയിൽ കൈ കാണിക്കില്ല. ഹൈവേയിലാണ് പ്രശ്നം പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. ഇവിടുത്തെ എന്തു ടൈപ്പ് പരിപാടിയും പ്രശ്നമില്ല. പക്ഷേ ഹൈവേയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈവേ പോലീസ്, ഇറ്റലിയിലെ ഹൈവേ പോലീസ്, ഫ്രാൻസിലും അതെ, അവർ കൈ കാണിക്കും. ലോക്കൽ റൂട്ടുകളിൽ കാണില്ല, പക്ഷെ ചില നാഷണൽ റൂട്ടുകളിൽ കാണിക്കും. ഹൈവേയിലും ഉണ്ടാവും ചെക്കിങ്. ഇന്നിപ്പോൾ അവധി ചെയ്തതിൻ്റെ പേരിൽ അറിയില്ല എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് വിശേഷങ്ങൾ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് ഹൈവേയിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് നേരെ നെതർലാൻഡ്സിലേക്ക് പോകാനായിട്ട്. Gira a la izquierda la 57.
ഈ ആഴ്ച ഇപ്പം നമുക്ക് ഓടിക്കാനായിട്ട് ആയിക്കോളുള്ളത് 45 മണിക്കൂർ 46 മണിക്കൂറുണ്ട്. അത്യാവശ്യത്തിനും ആവശ്യത്തിനൊക്കെ ആയിട്ട് നല്ല ട്രാഫിക് ഉണ്ടെന്ന്. കാരണം നാളെ ഒരാഴ്ചത്തെ വെക്കേഷൻ കഴിഞ്ഞ് ഈസ്റ്റർ വെക്കേഷൻ കഴിഞ്ഞിട്ട് തുടങ്ങാൻ പോകുള്ളൂ. അപ്പം അതിൻ്റെ പേരിൽ കുറേ കാറുകൾ തിരിച്ചു വരുന്നുണ്ട്. എനിവേ നമുക്ക് നോക്കാം. അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ എങ്ങനെയാണ് വരണേന്നുള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു 100 ചില്ലാൻ കിലോമീറ്റർ ഉണ്ടെന്നാണ് അറിയുള്ളൂ നെതർലാൻഡ്സിൻ്റെ ബോർഡറിലേക്ക്. ് 52 എടുത്തിട്ട് വേണം നമുക്ക് നെതർലാൻഡ്സിലേക്ക് കയറാനായിട്ട്. ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇന്നലെ നമ്മൾ വന്നപ്പോൾ തന്നെ ലോഡ് ഇറക്കി. അവിടെ അവധിയായിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ രണ്ടുപേരുണ്ടായിരുന്നു അവിടെ. അപ്പം അതിൻ്റെ പേരിൽ പൂക്കളുടെ കാർമസൊക്കെ എനിക്ക് ഞാൻ തന്നെ ഇറക്കേണ്ടി വന്നു. ഇന്നലെ അവധിയാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇന്ന് വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഇന്നിപ്പോൾ കാലത്ത് വന്നിട്ട് വീണ്ടും ഡിസ്ക് എടുത്ത് വണ്ടി ഇറക്കാന്ന് പറഞ്ഞൊരു സുഖമില്ലാത്ത വഴി. അപ്പം ഇന്നലെ തന്നെ ഇറക്കി. അതിനുശേഷം വണ്ടി കയറ്റിയിട്ടു. ഇന്ന് കാലത്ത് കമ്പനിയിൽ നിന്ന് മെസ്സേജ് വന്നു. അപ്പോൾ 24 മണിക്കൂർ അതിൻ്റെ റെസ്റ്റ് എടുക്കുകയും ചെയ്തു. അങ്ങനെ സംഭവങ്ങളൊക്കെ ഏകദേശം കാര്യം തീരുമാനമായി. അപ്പം ഇനി നാളെ കാലത്ത് നെതർലാൻഡ്സിൽ നിന്ന് ലോഡ് എടുക്കാം. അവിടെ നിന്ന് നേരെ സ്പെയിൻ. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഇഷ്യൂസൊക്കെ പോകണ വഴിക്ക് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ വീണ്ടും കേൾക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.